ജാമിഉൽ ഫുത്തൂഹിലെ വിഷണറി ടോക്ക് സീരീസിലേക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ് അവർകളാണ്. ജാമിഉൽ ഫുത്തൂഹിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ക്ഷണിച്ചതിന് വളരെ നന്ദി. സർ, മർകസ് നോളജ് സിറ്റി നോളജ് എക്കോണമി എന്നുള്ളൊരാശയം കൂടെ ചേർത്ത് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കോമ്പണൻസ് ഇപ്പോൾ ഹോട്ടലോ അല്ലെങ്കിൽ വെൽനസ് സെൻറ്ററോ ഈവൻ മാർക്കറ്റ് പോലും ഒരു നോളജ് കൊടുക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണുള്ളത്. ഹോട്ടൽ ഈസ് ടീച്ചിങ് ദി hotel management, hospitality and travel and tourism courses, and the convention center educating the event management course, plus the market teaching how an ethical marketing system. So ഒരു ബിസിനസ്സും വിദ്യാഭ്യാസവും എങ്ങനെയാണ് ചേർത്ത് വെച്ച് കൊണ്ടുപോവുക എന്നുള്ളതിൽ ഒരുപാട് അനുഭവമുള്ള ആളാണല്ലോ സാർ. അപ്പോൾ അത് സംബന്ധമായൊരു ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് 67 ഡിപ്ലോമ പാസ്സായിട്ട് 3 കൊല്ലത്തെ SSLCക്ക് ശേഷം 3 കൊല്ലത്തെ ഡിപ്ലോമ പാസ്സായിട്ട് പോയ ആളാണ്. 3 വർഷം മിസോറാമിൽ ബോർഡർ റോഡ്സിൽ, അന്നത്തെ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലം. അതിനുശേഷം 70 ദുബായിൽ വന്ന്, പിന്നെ 72 മസ്കത്തിൽ വന്നു. അപ്പോൾ ഈ അവിടെ നിന്ന് തുടങ്ങിയ എൻ്റെ പഠനം അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഡിപ്ലോമയിലും മറ്റും സ്കൂളിലൊക്കെ പഠിച്ചത് സാധാരണ അറിവുകൾ, അന്നത്തെ പ്രിലിമിനറി നോളജ്. ബാക്കിയുള്ള എൻ്റെ വിദ്യാഭ്യാസം മുഴുവനും ഇറ്റ് വാസ് ഇൻ ദി ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ ലോക പരിചയവും ലോകത്തിൽ ബിസിനസ് ചെയ്തിട്ടുള്ള അതിൽ നിന്ന് പഠിക്കുന്ന പാഠവും അതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. അത് തന്നെയാണ് ഏതൊരു ഇൻഡസ്ട്രിയിലും. ഫസ്റ്റ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ക്ലാസ് റൂം ദെൻ അപ്ലിക്കേഷൻ ടു ദ ഫീൽഡ്, ഫ്രം ദ ഫീൽഡ് ഇറ്റ് ഗോസ് ബാക്ക് ടു ദ ക്ലാസ് റൂം with the new knowledge and experience and best practices. That is how it is. It is always on the move. It will never stop also. It will go around and classroom, field, then back to classroom, then field. That will be. There is a very good practice there. Yeah. And when you are focused on ethical values, ഈ ethical values മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് നമ്മളുടെ ഈ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ട് അറബികൾ കച്ചവടത്തിന് വന്ന് അവരുടെ നല്ല പെരുമാറ്റവും സ്വഭാവവും കണ്ട് ആകർഷിതനായിട്ടാണല്ലോ നമ്മുടെ ചെയർമാൻ പെരുമാൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയതും അവിടെ വെച്ച് അദ്ദേഹം ഇസ്ലാം വിശ്വസിച്ചതും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഇവിടെ പള്ളി പണിയാനും മാലിക് ദിനാർ പോലുള്ളവരൊക്കെ അയച്ചതും. അപ്പോൾ നമ്മളുടെ ഏത് നല്ല പ്രവൃത്തിയും അത് മനുഷ്യത്വത്തെ ആകർഷിക്കുന്നത് ആണ്. അത് നമ്മൾ കൈവിടാതെ സൂക്ഷിക്കണം. ആ എത്തിക്കൽ വാല്യൂ സിസ്റ്റം ആൻഡ് ഗുഡ് പ്രാക്ടീസസ് തീർച്ചയായും പഠിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരിക ചെയ്യുക എന്നുള്ളതാണ് പ്രാമുഖ്യം. ഞങ്ങൾ ബി സ്കൂളിൽ BBA MBA പ്രോഗ്രാമുകളൊക്കെ 6 month കോഴ്സ്, ദെൻ 6 month ഇൻ ദ ഫീൽഡ്, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ഇവിടെ അള്ളാഹു ഭൂമിയിൽ നമ്മളെ ഖലീഫയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വഅൻഫിഖു മിമ്മ ജഅൽനാകും മുസ്തഖ്ലഫീന ഫിൽ അർദ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വേറെയും ധാരാളം. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവും കഴിവും സ്കില്ലും ധനവും എല്ലാം തന്നെ അള്ളാഹുവിൻ്റേതാണ്, നമ്മളതിൻ്റെ മാനേജേഴ്സ് മാത്രമാണ് എന്ന് വയ്ക്കുമ്പോൾ ഈ അറിവിനെയും കഴിവിനെയും നമ്മുടെ സമ്പാദ്യത്തെയും എങ്ങനെയാണ് നമ്മൾ ഈ അള്ളാഹുവിൻ്റെ ആജ്ഞകളനുസരിച്ച് നൽകുക, എങ്ങനെയാണ് പൊതുസമൂഹത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കുക? മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ലൈൻ ഷക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഈ സമ്പത്തിന്, വിജ്ഞാനത്തിൻ്റെയും കഴിവിൻ്റെയും മറ്റെല്ലാ തരത്തിലുള്ള നമ്മുടെ സമ്പത്തിനെ നന്ദി കാണിക്കുന്ന രീതി എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക എന്നത്?
പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ നമ്മളിപ്പോൾ മൂന്നാം പെരുന്നാൾ, നാലാം പെരുന്നാൾ, ഹജ്ജ് പെരുന്നാളിൻ്റെ മൂന്നാം ദിവസം, നാലാം ദിവസം, അതിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ടു സാക്രിഫൈസ് വാട്ട് വി ഹാവ് എന്നുള്ളൊരു ആശയമാണ് ആ വലിയ നമ്മുടെ ആ സന്ദേശത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളിലുള്ളത് ഒന്നും നമ്മളുടേതല്ല, അത് നമ്മൾ അതിൻ്റെ ഒരു കസ്റ്റോഡിയൻ ഫോർ എ ടെമ്പററി കസ്റ്റോഡിയൻ എന്നുള്ള ഒരു ആ അറിവ് നമ്മളിൽ ഉണ്ടായാൽ, അത് ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ദർ ഈസ് നത്തിങ് ഫോർ അസ് ടു കീപ്പ്, ആൻഡ് വാട്ട് വി നീഡ് ഈസ് വാട്ട് നീഡ് ഫോർ അവർ സർവൈവൽ, റെസ്റ്റ് ഈസ് ഓൾ, വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് എനിത്തിങ്. $1 ഗ്രോത്തിൻ്റെ മുമ്പ് ഗൾഫിലെത്തിയ ഒരാളാണല്ലോ. അതെ. അപ്പം അതിനുശേഷം വളർന്നവരും ഇവിടുന്ന് പോയതിനു ശേഷം താങ്കളെപ്പോലുള്ള ചില ആളുകൾ സാമ്പത്തികമായി വളരെ വളർന്നു, അതിനുശേഷം സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതും കൂടുതൽ സമയം അതിന് സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗം അവരുടെ സമ്പത്തും അവരുടെ ലക്ഷറി ലൈഫും മാത്രമായിട്ട് പോകുന്നു, അവർ സമൂഹത്തിൻ്റെ പൊതുകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പൊതു സമൂഹത്തിലേക്ക് വരണം എന്നുള്ളൊരു തോട്ട് എങ്ങനെയാണ് ഉണ്ടായത്? എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും, ഞങ്ങളൊക്കെ വളർന്നത്, ഞങ്ങൾ ഒരു ജന്മിയായിട്ട് ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലുള്ള സൗകര്യമൊക്കെ അന്ന് വളരെ ചെറിയ, തെങ്ങ് കയറി വരുന്ന വരുമാനത്തിൻ്റെ അത് നോക്കിയിട്ടാണ് അന്ന് ക്യാഷ് ഒക്കെ അളക്കുന്നതും ഇതൊക്കെ. അന്ന് നമ്മൾക്ക് ആവശ്യത്തിനും പൈസ ഇല്ലാത്ത സന്ദർഭങ്ങളും നമ്മൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കടന്നു പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ പൈസ കൊണ്ട് എന്ത് നേടാം, പൈസ ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം, അതേപോലെ മറ്റ് കഷ്ടത അനുഭവിക്കുന്ന മറ്റുള്ളവരെ നോക്കി എന്ത് കാര്യത്തിനും നമ്മൾ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ അതിനൊരു മാനസികമായ ഒരു തൃപ്തി എന്ത് കാര്യത്തിലും നമ്മൾക്കുണ്ടാവണം എന്നുള്ള. ജീവിതത്തിൻ്റെ രണ്ട് തലവും കണ്ടിട്ടുണ്ട്. പിന്നെ ഇല്ലാത്തവരെയും കണ്ടിട്ടുണ്ട്, ഇല്ലാത്ത അവസ്ഥയും അറിഞ്ഞിട്ടുണ്ട്, ഉള്ള അവസ്ഥയും അറിഞ്ഞിട്ടുണ്ട്. ഈ പുതുതായി ജനിക്കുന്ന ജനറേഷൻ അവരുള്ളത് മാത്രം കണ്ട് വളരുന്നവർക്ക് അപ്പോൾ പഴയ കാലത്ത് ചരിത്രം പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുള്ള ഒരു കാര്യം. സാർ, ഈ ഇന്നിപ്പോൾ ഇൻഡസ്ട്രിയൽ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ധനം സമ്പാദിക്കുമ്പോൾ തെറ്റായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കാൻ പാടില്ല. വലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ദുർമാർഗത്തിലൂടെ നിങ്ങൾ പണം സമ്പാദിക്കരുത്, പലിശയിലൂടെയും പിടിച്ചുപറയിലൂടെയും മറ്റുമൊക്കെ പറയുന്ന അള്ളാഹുവിൻ്റെ നിർദ്ദേശം. അതാണ് ലോകത്ത് സാമ്പത്തികമായ അഭിവൃദ്ധി ഈ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല ബിസിനസ്സിൻ്റെ രീതികളെയും അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സമ്പൂർണ്ണമായ ഒരു ഇസ്ലാമിക രീതിയിൽ നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് പുതുതായി വളർന്നു വരുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടത്ര ബോധമില്ല. അത് തങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് നമുക്കതിനെ പകർന്നു കൊടുക്കാൻ കഴിയുക എന്നുള്ളത്? ഞാനിപ്പോൾ ഈ എൻ്റെ ഈ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്, ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. നമ്മൾ ഏതൊരു കാര്യത്തിനും ബിസിനസ്സായി ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ലാഭമാണ് നമ്മൾക്കത് ബിസിനസ് സക്സസ് ആകുമ്പോൾ നമ്മൾക്ക് പൈസ വരും. ആ പൈസ നമ്മൾക്ക് അറിയാം, ആ പൈസ ഉണ്ടാക്കുന്നതിൽ നമ്മളുടേത് മാത്രമുള്ളൊരു പ്രയത്നമല്ല. അപ്പം അതിൽ എന്നോട് സഹകരിച്ച് എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന പലരുടെയും ശ്രമങ്ങളുണ്ട്. അപ്പം അവർക്കെല്ലാം അതിൻ്റെ ഒരു വിഹിതം അവർക്ക് കിട്ടുവാനും ഈ ഉള്ള പൈസ മറ്റു സമൂഹത്തിൽ ഗുണം ചെയ്യാനുള്ള ഒരു 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 മനസ്സും നമ്മളിൽ ഉണ്ടാവണം. എങ്കിലേ നമ്മൾക്ക് ഈ ലോകം തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ക്യാപിറ്റൽ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. പലിശാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ലോകത്തുള്ളത്. അതുപോലെ തന്നെ ഹറാമും ഹലാലും ഒക്കെ കൂടിക്കലർന്നിട്ടുള്ള ജീവിതമാണ് വെസ്റ്റേണേഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ കച്ചവടം എന്ന് പറയുമ്പോൾ ഒരു നാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലോ മാത്രം ലിമിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരിലേക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ
നമ്മുടെ പരലോകത്തെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തഖ്വയിലായിക്കൊണ്ട് എങ്ങനെയാണ് എത്രമാത്രം മുസ്ലിമിന് വളരാൻ കഴിയും എന്നുള്ളത് വരും തലമുറക്ക് നമ്മൾ കൊടുക്കേണ്ട വലിയ ഒരു അധ്യായമാണത്. അതിലിപ്പോൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ തിസ്തിരിയോ ആയാത്തിന ഫി സമനൻ കലീല. അതായത് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ സന്മാർഗത്തിൽ നിന്ന് ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ഡു നോട്ട് ഡീവിയേറ്റ്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ എക്കണോമിക് ഈസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അത് നമ്മൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന നമ്മുടെ മൂല്യവും അതെല്ലാം നമ്മൾ അതേപോലെ അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ ഒരു ഇത് ആ ആയത്ത് വെച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ഇതുണ്ടാവില്ല. നമ്മൾ അതാണ് ഇപ്പോൾ ലോകത്ത് ഈ വെസ്റ്റേൺ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ നമ്മളുടെ മറ്റു രാജ്യങ്ങൾ തന്നെ നമ്മളുടെ ബിസിനസ്സുകാർ തന്നെ അത് കാര്യമില്ല, നീ കുറച്ച് എന്ത് നിനക്കാണ് എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് അവനണ്ട് എത്തിക്കഴിഞ്ഞാൽ അവൻ പിന്നെ തന്നെ യു സപ്പോർട്ട് ദാറ്റ്. സോ ദാറ്റ് ഈസ് വെയർ വി ആർ ഗോയിങ് ഫ്രം. ഈ ആയത്തിന് എനിക്ക് ഞാൻ ആദ്യം മുതലേ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരു ഇതാണ്. ചുരുങ്ങിയ പണത്തിന് വേണ്ടി നിങ്ങൾ ആയാത്തുകളെ വിൽപ്പന നടത്തരുത്. നിങ്ങൾ നമ്മൾക്ക് കാണിച്ചിട്ടുള്ള മതങ്ങളിൽ നിന്നല്ല, ഞാൻ കാണിച്ചു തന്ന അടയാളങ്ങളെയും മറ്റ് ആശയങ്ങളെയും നമ്മുടെ മൂല്യത്തെയും നിങ്ങൾ മൂല്യത്തിൽ ഇറക്കണം. ആ മൂല്യത്തെ നിങ്ങൾ ചെറിയ തുച്ഛ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ബലി കഴിക്കരുത് എന്നുള്ള ഇതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സാർ, മറ്റൊരു ചോദ്യം. ഈ ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അൻ യുത്ഖിനഹു. ഇഫ് someone do any work, Allah Ta'ala like the perfection. എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ പെർഫെക്ഷൻ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സിമെട്രിക്കൽ ബാലൻസ് പോലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കബറിൽ മയ്യത്ത് വെച്ച് കബർ മൂടി മണ്ണിട്ടപ്പോൾ ഒരു ഭാഗത്ത് കുറച്ചും ഒരു ഭാഗത്ത് കൂടുതലും ഇട്ടു. അപ്പോൾ തങ്ങൾ പറഞ്ഞു രണ്ടും ഈക്വലാക്കുക, അതൊന്ന് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം. വാട്ട് എവർ യു ഡു ഷുഡ് ഡു വിത്ത് എ പെർഫെക്ഷൻ എന്ന് പറയുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിലും മറ്റുമൊക്കെ വലിയ പാരമ്പര്യവും പരിചയമുള്ള ആൾക്ക് ഈ പെർഫെക്ഷനിൽ നമ്മൾ എത്രമാത്രം ബോധവാന്മാരായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ളൊരു അഡ്വൈസ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചു. Perfection is an ultimate stage, but we have to start somewhere. And when we start, we are bound to make imperfections. But we should be ready to learn from our mistakes, what we have. Then you have to improve. That is where always the knowledge, the research will give you, discover the knowledge through institution, bring into through the individuals, come to the application of the knowledge, and application of knowledge give you, that is a vast subject of research again. Then that knowledge comes to the classroom again, to the students. Upon our ultimate aim is perfection, and the perfection is that ultimate stage. So we should continue that, but it should not stop. നമ്മളൊരു പെർഫെക്റ്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങാൻ വൈമനസ്യം കാണിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇത് ചെയ്താൽ ഇത് തെറ്റായി പോകുമോ, തെറ്റായി പോയാൽ നാട്ടുകാരെന്ത് പറയും, ആളുകൾ എന്ത് പറയും, കേൾക്കുന്നവരെന്ത് പറയും എന്നുള്ള ഒരു വിഷമം ഉള്ളത് കൊണ്ട് തുടങ്ങാൻ പോലും അവർ മടിക്കുന്നു. ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾക്ക് തുടങ്ങാനുള്ള ഒരു കാര്യം എന്തും നമ്മൾ നല്ല ഉദ്ദേശം, നമ്മുടെ ഇൻറ്റൻഷൻ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് പ്യുവർ. നല്ല ഉദ്ദേശത്തോടു കൂടി ഉള്ള കഴിവനുസരിച്ച് തുടങ്ങിയാൽ പിന്നീട് വളരുകയും വലുതാവുകയും അങ്ങനെ ഗ്രാജുവലി അള്ളാഹുവിൻ്റെ സഹായത്തോടെ പെർഫെക്ഷനിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ജോബ് ഇൻറ്റൻസീവ് പ്രോഗ്രാമുകളാണ് മർക്കസ് കൂടുതലായും നൽകി വരുന്നത്. മർക്കസ് നോളജ് സിറ്റിക്ക് ചുറ്റുമുള്ള 40 മഹല്ലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ സ്കിൽ ട്രെയിനിങ്, അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഫോർ എവറിബഡി തുടങ്ങിയുള്ള ഒട്ടേറെ പദ്ധതികളുണ്ട് സംബന്ധമായിട്ട് പോകുന്നത്. ഇനിയും പ്രവാസം ഒരു തുരുത്തായി കാണുന്നതിൽ നിന്ന് മാറി നമ്മുടെ നാടിനെ തന്നെ ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും അതിനവരെ പ്രാപ്തരാക്കി തീർക്കുക ചെയ്യുക
എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. പ്രത്യേകിച്ച് സ്കിൽ മേഖലയിലൊക്കെ വലിയ കാഴ്ചപ്പാടുകളുള്ള ഒരാൾ ഇതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഇനിയും ആളുകൾ വിദേശത്തെയാണ് കൂടുതൽ കണ്ടുപിടിക്കുന്നത്. പ്രത്യേകിച്ച് ചില കമ്മ്യൂണിറ്റികളിലൊക്കെ മൈഗ്രേഷൻ്റെ തോത് ഇപ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. ശരിയാണ്. അതിനെ നമുക്ക് നാട്ടിൽ തന്നെ അവർ നിർത്തുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. രണ്ടഭിപ്രായം ഞാൻ പറയുന്നത്. ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല, ആസ് ലോങ് ആസ് ദേ ആർ സ്റ്റിൽ കമ്മിറ്റഡ്, ദ റൂട്ട്സ് ആർ ഹിയർ. ഇന്ന് പലരോടും ഞാൻ ചോദിക്കും, അമേരിക്കയിലും ജർമ്മനിയിലും ഇവിടെയൊക്കെ പോയി ജോലി ചെയ്യുന്ന പലരും നമ്മളെ കൗമിൽപ്പെട്ടവരും മറ്റു മതക്കാരോടും എൻ്റെ സുഹൃത്തുക്കളും ചോദിക്കും, വേർ യു വാണ്ട് ടു ഡൈ. അവരെല്ലാവരും പറയുന്നത് ഓക്കെ, വി വാണ്ട് ടു കം ബാക്ക് ടു അവർ ദ സോയിൽ. ആ മണം അപ്പോൾ ദേ മേ മൈഗ്രേറ്റ് ബിക്കോസ് ഓഫ് ദെയർ കംഫർട്ട്സ്. ദേ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ ലീഗൽ. എൻ്റെ ഇവിടുത്തെ ഉള്ള നമ്മളുടെ പല നിയമവ്യവസ്ഥയും മറ്റുമെല്ലാം നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഒരു സുഖമായ മറ്റു ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഇവരും പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ ജോലി സാധ്യത. ഇന്ന് ഞാൻ സെക്യൂരിറ്റിക്കും പോകുന്നുണ്ട് ചിലർ, അത് എടുത്താലും ജോലിക്ക് പോകുന്നത്. നമ്മൾ ഇവിടുത്തെ തന്നെ നമ്മൾ കാലം നോക്കൂ. 70കളിൽ എന്തുകൊണ്ട് വളരെ മനുഷ്യൻ്റെ ആയുസ്, ജീവൻ പോലും പണയപ്പെടുത്തി ആണ് ഇവിടുന്ന് ആളുകൾ പോയിരുന്നത്. ഇപ്പോഴല്ലേ കപ്പലും വിമാനമൊക്കെ ഉള്ളത്. അന്ന് കള്ളലാഞ്ചിന് പോകുന്ന ആൾക്കാരാണ് കുറേ അധികം ഉണ്ടായിരുന്നത്. അതിൽ കുറേ ആൾക്കാരൊക്കെ മരിച്ചിട്ടുമുണ്ട്. ഇന്നും യൂറോപ്പിൽ നിന്നും മെക്സിക്കോ എന്നൊക്കെ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവർ പലരും ഇന്ന് ഡെയിലി ന്യൂസാണ് ഇത്ര ആൾക്കാർ ബോട്ട് പൊങ്ങി മരിച്ചു, ഇറ്റലിയിൽ പിടിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്ക് കേൾക്കാം. നമ്മളല്ല, ഇന്ത്യക്കാരല്ല, മറ്റുള്ളവർ. അപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കൊരു മൈഗ്രേഷൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആൻഡ് അവർ പോയത് അന്ന് തൊഴിലില്ലാത്തത് കൊണ്ടാണ്, ഇവിടുത്തെ ഒരു എക്കണോമിക് വ്യവസ്ഥത ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾക്ക് ഏതൊരു നാടിൻ്റെയും ഡെവലപ്മെൻറ്റ് ആവശ്യം 3 കാര്യങ്ങളാണെന്നാണ് ഞാൻ അനുമാനം. എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ കാഴ്ചപ്പാടിൽ. ഒന്ന്, അതിൻ്റെ ഹ്യൂമൻ റിസോഴ്സസ്. മറ്റേത് അതിൻ്റെ നാച്ചുറൽ റിസോഴ്സസ്. പിന്നെ മൂന്നാമത്തെ ഘടകം ലെജിസ്ലേഷൻ വിച്ച് വിൽ എൻകറേജ് ദി ആപ്ലിക്കേഷൻ ഓഫ് ബോത്ത് ദിസ്. ഇത് 3ഉം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളൊരു രാഷ്ട്രത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നോക്കൂ. നിങ്ങൾ നോക്കിയപ്പോൾ സിംഗപ്പൂർ നോക്കിക്കോ, ഹോങ്കോങ് നോക്കൂ, ഇപ്പം വേണമെങ്കിൽ ദുബൈയും പറയാം നമുക്ക്. ഇപ്പോൾ സിംഗപ്പൂരിൽ അന്ന് അവർ 65 മലേഷ്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ദേ ഹാഡ് empty land. Even they don't have drinking water, but they had a strong leader and an enabling legislation to motivate the student, attract investments and create jobs for the people. അവരുടെ ജിയോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്? They are surrounded by the sea. They have a lot of the approach. അപ്പോൾ അവർ what they built immediately, they built lot of shipbuilding industry. They built the largest refineries of the world. So every oil produced everywhere in the world comes to Singapore, refined in and go back to their own country. So they created job, they created economy, and the legislation helped it, attracted talents as well as investment. And that is what Dubai is also has done. To some extent, or not to great extent. They don't have oil, they have sun and sand and sea. And a good leader and a good legislation which attracts talent. And അതാണ് നമ്മൾ എവിടെയും ആവശ്യമുള്ളത്. ഇന്ന് കേരളത്തിലായാലും ഇന്ത്യയിലായാലും. ഇന്ത്യയിൽ ഇവിടെ വരണമെങ്കിൽ ഇപ്പോൾ what we have our greatest strength is our resources, our human resources. There, and we are a big population and we have low market for everything. നാട്ടിലിപ്പോൾ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. ഗവൺമെൻറ് ഓഫീസുകൾ, ഉദ്യോഗസ്ഥന്മാർ, പൊതുജനങ്ങൾ, നെഗറ്റീവ് എലമെൻറ്റ്സ്, ഇവരോടെല്ലാവരോടും ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വേണം ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു സാഹചര്യം നാട്ടിലുള്ളത് കൊണ്ട് അത്ര മെനക്കെടണ്ട എന്ന് കരുതിയിട്ടാണ് പലരും പുറത്തോട്ട് പോകുന്നത്.
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതേപോലെ ഈസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ആൻഡ് സർട്ടൻ ലൈഫ് സ്റ്റൈൽ. These are attractions, and there are educational institutions, there are health care, then connectivity. We can travel. ഇപ്പം എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാന്ന് പറഞ്ഞാൽ എനിക്ക് ഇമ്മീഡിയറ്റ് ഇപ്പോൾ ദുബൈയിൽ നിന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മളിപ്പോൾ മിക്കവാറും ആരെങ്കിലും വീട്ടിൽ മരിച്ചാൽ ഉടനെ നമ്മൾ ഗൾഫിൽ നിന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് എടുത്ത് വരും. വേറെ ഒരു കൽക്കട്ടയിലുള്ള ഒരുത്തരുടെ വീട്ടിലാണെന്ന് വെച്ചാൽ അവർ കൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരില്ല. You must understand. So the connectivity and also the cost connected to that is very. അവസാനമായിട്ടൊരു ചോദ്യം. ഇപ്പോൾ മർക്കസ് ഒരു ഓർഫനേജായി തുടങ്ങി, പിന്നീട് അതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായി മതസ്ഥാപനമായി വളർന്നു, പിന്നെ ഒരു ബിഗ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായി വളർന്നു. ഇപ്പോൾ സിവിൽ സർവീസ് റാങ്ക് നേടിയ ഒരു വിദ്യാർത്ഥിക്കാണ് താങ്കൾ ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ഓരോ വർഷവും നേടിക്കൊണ്ടിരിക്കുന്നു. 40-ലേറെ PhD-കാരും PDF-കാരും ഒക്കെ വരുന്ന ഒരു സ്ഥാപനം പൂനൂരിലെ മദീനത്തുന്നൂർ എന്ന് പറഞ്ഞ ഒരു കൊച്ചു സ്ഥാപനത്തിൽ നിന്നാണ് 20 വർഷത്തിനിടക്ക് ഈ ഒരു ഗ്രോത്ത് ഉണ്ടായത്. ഈ ഒരു വളർച്ചയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇനി അങ്ങോട്ടുള്ള ഒരു നീക്കത്തിൽ നമുക്ക് എങ്ങനെ കൈകോർത്തുകൊണ്ട് ഈ വിഷയത്തെ ഇന്ത്യ രാജ്യത്ത് വികസിപ്പിക്കുന്നതിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെക്കുറിച്ച് സാറ്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ആദ്യമായി ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനവും സ്ഥാപനവും ഒക്കെ കെട്ടിപ്പടുത്ത ഉസ്താദിനെ ഞാൻ ആദ്യമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്, ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും തരട്ടെ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, വിഷൻ ആൻഡ് ഇത്രയും ബുദ്ധിമുട്ടി ഓരോ സ്ഥലത്തെത്തുകയും അവിടെ ഇതിനെല്ലാവരെയും ഏകോപിപ്പിക്കുകയും അവരോട് പ്രചോദനം നൽകുകയും അവർക്ക് വേണ്ട നേതൃത്വം നൽകുകയും ഹിദായത്ത് നൽകുകയൊക്കെ ചെയ്ത് അത് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. You need one leader, great leader, visionary leader, selfless leader. These are that will bring the people together, that will attract. There will be people to support that if it is a selfless work, and if that brings the country stronger, the community stronger. സന്തോഷം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ജാമിയ മദീനത്തുന്നൂർ എന്നാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. മദീനത്തുന്നൂർ എന്ന് പറഞ്ഞാൽ ദ സിറ്റി ഓഫ് ലൈറ്റ് എന്നാണ്. അതിൽ നിന്നുള്ള നെക്സ്റ്റ് ഡെവലപ്മെൻ്റ് ആണ് നോളജ് സിറ്റി എന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിൽ നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് സ്കൂൾസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇനി ഇതുപോലുള്ള ഒരു ചെറിയൊരു മോഡൽ ഒരു നോളജ് സിറ്റിയും ഇപ്പോൾ ഇവിടെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ചെയ്തിട്ടുണ്ട്. 35 ഏക്കേഴ്സിൽ. പ്രധാനമായും കോച്ചിങ് സെൻറ്ററുകളും ലോ കോളേജും ഒക്കെയാണ് അവിടെയുള്ളത്. അവിടെയാണ് നമുക്ക് ആവശ്യം. നോർത്ത് ഇന്ത്യയിൽ അവർ പീപ്പിൾ തമ്മിൽ ഇവർ പറയുന്ന പലവിധ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് നമ്മളെ എങ്ങനെയൊക്കെ ഇടിച്ച് താഴ്ത്താൻ സാധിക്കുമോ, അവർ നമ്മളെ ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്നില്ലായിരിക്കും, പക്ഷേ ദേ വാണ്ട് ടു കിൽ അവർ മോറൽ, ദേ വാണ്ട് ടു കിൽ അവർ പ്രൈഡ്, ദേ വാണ്ട് ടു ബ്രിങ് ഡൗൺ അവർ സെൽഫ് എസ്റ്റീം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കരകടക്കാനും അതിൽ നിന്ന് എഴുന്നേറ്റ് അതിനുപരിയായി പ്രവർത്തിക്കാനും നമ്മൾക്ക് സാധിക്കണം. സന്തോഷം. താങ്ക് യു ഫോർ